ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ മുരളി വർമ്മ, സെലൻസ് ട്രേഡിംഗ് ഹബിൽ നിന്ന് സംസാരിക്കുന്നു. നാളത്തെ നിഫ്റ്റിയെക്കുറിച്ചുള്ള പ്രഡിക്ഷനാണ് പറയാൻ പോകുന്നത്. ഇന്ന് നിഫ്റ്റി 24,694 ഓപ്പൺ ചെയ്തെങ്കിലും 24,494 വരെ താഴെ പോവുകയാണ് ചെയ്തത്. അതും നല്ലൊരു വൊളാറ്റൈൽ ഡേ ആയിരുന്നു ഉച്ചവരെ. ഉച്ചയ്ക്ക് ശേഷം നേരെ മുകളിലേക്ക് കയറുകയാണ് ചെയ്തത്. 25,116 എത്തുകയാണ് ചെയ്തത്. ഞങ്ങൾ യുദ്ധം തുടങ്ങിയ കഴിഞ്ഞ ആഴ്ച മുതൽ പറഞ്ഞിരുന്നു 25,000 നിഫ്റ്റി പോകുന്നത്. ഇപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷറും യുദ്ധത്തിൻ്റെ ഒരു ഇതുകൊണ്ട് മാർക്കറ്റ് താഴ്ന്നാലും പേടിക്കാനില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ പ്രവചനം ഇന്നാണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് 25,116 വരെ നിഫ്റ്റി എത്തിയിരിക്കുന്നു. അതിനുശേഷം ഇന്ന് വൈകുന്നേരം 25,062 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളത്തെ നിഫ്റ്റി എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 25,045 നല്ലൊരു സപ്പോർട്ടാണ്. നിങ്ങൾക്ക് ഈ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ 25,062 മുകളിൽ നാളെ ഓപ്പൺ ചെയ്താൽ വീണ്ടും അത് 25,116, പിന്നെ 25,261, അതിനും മുകളിലേക്ക് പോയാൽ 25,400, 25,600 ഇതാണ് ലെവൽ കാണുന്നത്. 26,000 വരെ നിഫ്റ്റി പോയേക്കാം ഈ കമ്മിങ് ഡേയ്സിൽ. നാളെ തന്നെ പോകുന്നല്ല ഞാൻ പറയുന്നത്. എന്തായാലും നെക്സ്റ്റ് വീക്കിലോ ഈ വീക്കിലോ 25,600, 26,000 വരെ പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് ലോങ് ടൈമിലേക്ക് നോക്കിയാൽ. അപ്പോൾ ഷോർട്ട് ടൈം നമ്മൾ നോക്കുമ്പോൾ നാളെ 25,062 മുകളിൽ ഓപ്പൺ ചെയ്താൽ 25,116, 25,261, 25,400 ഇതാണ് ലെവൽ കാണുന്നത് അപ്പ് സൈഡിലേക്ക്. നമ്മൾ ഡൗൺ സൈഡിലേക്കും കൂടെ ചിന്തിക്കണമല്ലോ. അപ്പോൾ ഡൗൺ സൈഡിലേക്ക് ചിന്തിച്ചാൽ 25,062 താഴെ പോയാൽ അത് 24,968 വരെ വരാനുള്ള ഒരു ചാൻസ് ആണ് കാണുന്നത്. അതായത് നമ്മുടെ ഇവിടം കൊണ്ടാണ് ആ 24,968 എന്ന് വരുന്നത്. അവിടെ നല്ലൊരു സപ്പോർട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് ചിലപ്പോൾ ഒരു പക്ഷേ നാളെ ആ സപ്പോർട്ട് വരെ പോയിട്ടായിരിക്കാം മുകളിലേക്ക് കയറുന്നത്. എന്തായാലും മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത്. ഇതാണ് നിഫ്റ്റിയെക്കുറിച്ചുള്ള നമ്മുടെ നാളത്തെ പ്രഡിക്ഷൻ. ഇനി നിഫ്റ്റിയുടെ കോള് ഇന്ന് 25,062 ക്ലോസ് ചെയ്തുകൊണ്ട് ഞാൻ 25,000 അറ്റ് ദ മാർക്കറ്റാണ് എടുത്തിരിക്കുന്നത്. കാരണം 24,600 ഇന്ന് എക്സ്പയറി ആയി പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നാളത്തേക്ക് പറയുമ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് വെച്ചിട്ട് നോക്കുകയാണ്. സാധാരണ ഓപ്പണിംഗ് ആണ് നോക്കാറ്. അപ്പോൾ ഇന്ന് ക്ലോസിംഗ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ 25,000 കോള് ഇന്ന് പോയിരിക്കുന്നത് 95 ഓപ്പൺ ചെയ്ത് 62 വരെ താഴെ പോയതിന് ശേഷം 276 വരെ മുകളിലേക്ക് പോയി. 260 നല്ലൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. അതിനുശേഷം ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ഒരു സപ്പോർട്ടായ 227 ബ്രേക്ക് ചെയ്ത് 218 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 218 ക്ലോസ് ചെയ്ത സ്ഥിതിക്ക് 227 താഴെ 218 താഴെ വരുന്നത് 195. ഒരുപക്ഷെ നാളെ 195 വരെ പോയിട്ടായിരിക്കാം തിരിച്ച് മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ നിഫ്റ്റി മുകളിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 25,000 കോള് 195 മുകളിൽ വന്നാൽ 227 ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ അത് സസ്റ്റെയിൻ ചെയ്താൽ 260 വരുന്നത്. 260 കഴിഞ്ഞാൽ 325, 325 സസ്റ്റെയിൻ ചെയ്താൽ 390, പിന്നീട് വരുന്നത് 455. ഒരുപക്ഷെ 195 താഴെ പോയാൽ 162, 130 അങ്ങനെ നല്ലൊരു സപ്പോർട്ട് അവിടെയുമുണ്ട്. ഇതായിരിക്കാം നാളത്തെ നിഫ്റ്റിയുടെ 25,000 കോളിൻ്റെ പ്രഡിക്ഷൻ. ഇനി നമുക്ക് 25,000 പുട്ടിനെ കുറിച്ച് നോക്കാം. ഇന്ന് 25,000 പുട്ട് 385 ഓപ്പൺ ചെയ്ത ശേഷം 512 വരെയാണ് ഹൈ പോയത്. അതിനുശേഷം 163 വരെ ലോ വന്ന് 176 ക്ലോസ് ചെയ്തത്. 177 നല്ലൊരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നാളെ 177 താഴെ ഓപ്പൺ ചെയ്താൽ 142, 124, 106, ഇനി 106 താഴെ പോയാൽ 88, 71 ഇതാണ് വരുന്ന ഒരു സപ്പോർട്ട്. ഒരുപക്ഷെ 177 മുകളിൽ ഓപ്പൺ ചെയ്താൽ നെക്സ്റ്റ് വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 213, 249, 285. അപ്പോൾ നിഫ്റ്റി മിക്കവാറും മുകളിലേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 177 താഴെ പോയാൽ 142, 124, 106, 88, 71 ലെവലിലേക്കൊക്കെ നിഫ്റ്റിയുടെ 25,000 പുട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ കോളിനാണ് കൂടുതൽ സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ നിഫ്റ്റിക്കും
25,500, 25,700, 26,200 വരെ പോകാമെന്നാണ് നമ്മുടെ കണക്കുകൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നാളെ എന്താകും എന്ന് കാത്തിരുന്ന് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.